Yes, good morning. ഇരിക്കുന്നതിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ റിയാക്ട് ചെയ്യും. ഓക്കെ ഓക്കെ. മേഘ, ഉഷാര വി എ, ഉഷാര, യെസ്. ആൻസി എസ്, ആൻസി എസ്. Then Aju, Ajena, Aju. യെസ്. അപ്പോ മേഘ മാത്രമേ ഉള്ളൂ അല്ലേ? മേഘ, ഓക്കെ 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 ഓക്കെ. ഞാനേ യെസ് സാർ. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. അപ്പൊ നമുക്ക് ആരംഭിക്കാം. റെഡി? എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായില്ലെന്ന് അറിയണ്ടേ? അത് കഴിഞ്ഞതിന് ശേഷം വേണ്ട പറയാൻ. അതുകൊണ്ടാണ് ഞാൻ ആരെന്തെന്ന് ചോദിച്ചു. ഓക്കെ. നീതുസ് ചന്ദ്രൻ, ഓക്കെ. ഷീ ഈസ് നോട്ട് ആൾസോ. ഓക്കെ ഓക്കെ. ആൻസിക്ക് നെറ്റ് ഇഷ്യൂ ആണ്, അപ്പൊ അതുകൊണ്ടാണ്. ആൻസി ഈസ് ആൾസോ ലിസണിങ്. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് ആരംഭിക്കാം. ഓക്കെ. ഉഷാര വന്നോ? യെസ്. നമ്മൾ എടുത്തു നിർത്തിയത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലേ? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉടമ്പടിയല്ലേ പറഞ്ഞു നിർത്തിയത്? സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ്, പിന്നെ ബീൻ, വെർബ് പ്ലസ് ing. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതാണ് നമ്മൾ ഏറ്റവും ഒടുവില് പറഞ്ഞ് അവസാനിപ്പിച്ചത്. Am I right? ശരിയാണ് മേഘന? Subject plus has or have plus been plus verb plus ing. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റ് പെർഫെക്റ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ നമുക്ക് ആദ്യം പറയാം. ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതുന്നു. സബ്ജക്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം ഹാഡ് ഉപയോഗിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ബീൻ ഉപയോഗിക്കുന്നു. പിന്നെ വെർബ്, പിന്നെ ing. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സബ്ജക്റ്റ് ഹാഡ്, പിന്നെ ബീൻ, പിന്നെ വെർബ്, കൂടെ ing ഉപയോഗിക്കുന്നു. നമുക്ക് അതിന്റെ എക്സാമ്പിളിലോട്ട് കടന്നു കഴിഞ്ഞാൽ സബ്ജക്റ്റ് ഇപ്പൊ ഐ പറയുന്നു, ഹാഡ്, ബീൻ, വർക്ക് എന്നുള്ളതിന്റെ കൂടെ ing ചേർക്കുന്നു. ഐ ഹാഡ് ബീൻ വർക്കിംഗ്. ഐ ഹാഡ് ബീൻ വർക്കിംഗ്. യു ഹാഡ് ബീൻ യൂസിംഗ് the book. She had been waiting for you. She had been waiting for you. They had been reading the novel. They had been reading the novel. അപ്പൊ അങ്ങനെ നമുക്ക് സബ്ജക്റ്റ് എഴുതുന്നു, ഹാഡ് എഴുതുന്നു, ബീൻ ചേർക്കുന്നു, പിന്നെ വെർബ്, ആ വെർബിന്റെ കൂടെ എന്റെ ing പോകും.
അതിനെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഉഷാർക്ക് പറയാമോ വേറെ ഒന്ന് രണ്ട് എക്സാമ്പിൾ? സബ്ജക്റ്റ് വേണം, ഹാഡ് വേണം, ബീൻ വേണം, വെർബ് വേണം, ഐഎൻജി വേണം. കുട്ടി സമ്മതിക്കല്ല സാർ. Yes, okay, no problem. Yes. Yes, ആൻസിക്ക് പറയാമോ? സബ്ജക്റ്റ് വേണം, ഹാഡ് വേണം, ബീൻ വേണം, പിന്നെ വെർബ് കൂടെ ഐഎൻജി. ഉഷാരെ കേട്ടാ മതി. നോ പ്രോബ്ലം. യെസ്, സബ്ജക്റ്റ്, ഹാഡ്, ബീന്, പിന്നെ വെർബ്, ഐഎൻജി. അതാണ് പ്രസന്റ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഈ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളെ കുറിച്ചാണ്. ആ നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു നോട്ട് എന്ന് കൂടി ചേർക്കണം. ഇപ്പൊ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് പിന്നെ ഒരു നോട്ട് ചേർത്തിട്ട് ബീൻ എഴുതാം. നോട്ട് എവിടെ ചേർക്കണം? ഹാഡിന്റെയും ബീനിന്റെയും ഇടയിൽ ചേർക്കാം. ഹാഡ് നോട്ട് ബീൻ. അപ്പൊ നമുക്ക് എങ്ങനെ അനുസരിച്ച് നമുക്ക് പറയാം? They had not been waiting. She had not been sitting. They had not been teaching English grammar. She had not been using mobile phone. അപ്പൊ ഹാഡ് കഴിഞ്ഞ് ബീന് തൊട്ട് മുമ്പ് ഒരു നോട്ട് കൂടി ചേർത്ത് കഴിയുമ്പോൾ അതെന്തായിട്ട് മാറുന്നു? പാസ്റ്റ് പെർഫെക്റ്റിന്റെ നെഗറ്റീവ് വാചകമായിട്ടത് മാറുന്നു. മാറും. ഓക്കെ, യെസ്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ തന്നെ ക്വസ്റ്റ്യൻ പോലെയുള്ള വാചകങ്ങൾ നമ്മൾ എടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ ആ ഹാഡ് എന്ന് പറയുന്ന വേർഡ് ആദ്യം പറയും. അപ്പൊ എന്തായിട്ട് മാറുന്നു? അത് ക്വസ്റ്റ്യൻ ആയിട്ട് മാറുന്നു. നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾ നോക്കാം. ഹാഡ് യു ബീൻ വർക്കിംഗ്? ഹാഡ് യു ബീൻ യൂസിങ് ഇറ്റ്? ഹാഡ് യു ബീൻ റീഡിംഗ് ദ നോവൽ? ഹാഡ് യു ബീൻ വെയിറ്റിംഗ് ഫോർ മീ? ഹാഡ് ഷീ ബീൻ വെയിറ്റിംഗ് ഫോർ യു? ഹാഡ് ഹി ബീൻ വെയിറ്റിംഗ് ഫോർ യു? ഉണ്ടോ? അപ്പൊ അത് ചോദ്യമാക്കാൻ വേണ്ടിയിട്ട് ഹാഡ് നമ്മൾ ആദ്യം പറയുന്നു. നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഹാഡിനും ബീനിനും ഇടയിൽ നോട്ട് ചേർന്നു. അപ്പൊ ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു. നമ്മൾ പറയുന്നു ഒരു 20 കൊല്ലം എന്ന് പറയുമ്പോൾ 2025 നിന്ന് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ ബാക്കി 2005 മുതൽ ഞാൻ കൊല്ലത്താണ് താമസിക്കുന്നത്. ഇപ്പോഴും ഞാൻ കൊല്ലത്താണ് താമസിക്കുന്നത്. നാളെയും ഞാൻ കൊല്ലത്ത് തന്നെയായിരിക്കും താമസിക്കുന്നത്. ആ രീതിയിൽ പറയുമ്പോഴാണ് നമ്മൾ നേരത്തെ പഠിച്ച പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസ് ഉപയോഗിക്കുക. ഐ ഹാവ് ബീൻ ലിവിംഗ് ഇൻ കൊല്ലം ഫ്രം 2005. അപ്പൊ അതിനർത്ഥം നേരത്തെ കൊല്ലത്തായിരുന്നു, ഇപ്പോഴും കൊല്ലത്താണ്, നാളെയും ഞാൻ അവിടെ തന്നെയാണ്. യെസ്. ഇനി നമുക്ക് മാറ്റി പറഞ്ഞു വിചാരിക്കും. നേരത്തെ ഞാൻ കൊല്ലത്തായിരുന്നു, ഇപ്പൊ ഞാൻ കൊല്ലത്തില്ല, ഇപ്പൊ ഞാൻ വേറെ സ്ഥലത്താണ്. അപ്പൊ അവിടെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഹാഡ് ബീൻ ഉപയോഗിക്കണം. ഐ ഹാഡ് ബീൻ ലിവിംഗ് ഇൻ കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുമ്പ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന എവിടെയാണ്? കൊല്ലത്ത്. ഐ ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ KCB എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുമ്പ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന എവിടെയാണ്? KCB-യിലാണ്. Now I am working വേറെ സ്ഥലത്തായിരുന്നു. ഇപ്പൊ ജോലിയാണ്. മുമ്പുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അത് ഞാൻ അതിൻ്റെ അകത്തില്ല, അല്ലെങ്കിൽ ഞാൻ അവിടെ ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസ് ഉപയോഗിക്കുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഇനി ഒരെണ്ണം കൂടിയുണ്ട്, അതിനാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയാം. അവിടെ നിൽക്കട്ടെ. അപ്പോ ഇംഗ്ലീഷിൽ
ഈ 12 ടെൻസുകളിലൂടെ മാത്രമേ ഏതെങ്കിലും ഒരു വാചകം എഴുതാനായിട്ട് പറ്റൂ. ഏത് വാചകം നമ്മൾ എവിടെ വായിച്ചു കഴിഞ്ഞാലും ഈ 12 ടെൻസുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ടെൻസിൽ വരും. അപ്പൊ ഏതൊക്കെയാണ് 12 ടെൻസ്? ഒന്ന് സിമ്പിൾ പ്രസന്റ് ആണ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, ഇങ്ങനെയുള്ള ഈ 12 ടെൻസുകളിലൂടെ മാത്രമേ നമുക്ക് എഴുതാനായിട്ട് പറ്റുള്ളൂ. ഏത് വാചകം അതിന് പറ്റുള്ളൂ. ഇനി നമ്മൾ നോക്കുന്നത്, ഞാൻ അതിന്റെ സ്ട്രക്ചർ വെറുതെ ഒന്ന് പറഞ്ഞു പോവുകയാണ്. സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞപ്പോൾ സബ്ജക്റ്റ് വെർബിന്റെ പ്രസന്റ് ടെൻസുമായിരുന്നു. സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ സബ്ജക്റ്റ് വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആയിരുന്നു. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞപ്പോൾ സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാൽ വെർബിന്റെ പ്രസന്റ് ടെൻസ് ആയിരുന്നു. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞപ്പോൾ സബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ വെർബ് പ്ലസ് ing ആയിരുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേറെ വെർബ് പ്ലസ് ing ആയിരുന്നു. ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞപ്പോൾ സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാൽ ബി പ്ലസ് വെർബ് പ്ലസ് ing ആയിരുന്നു. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരുന്നു. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരുന്നു. ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാൽ ഹാവ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരുന്നു. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് ബീൻ വെർബ് പ്ലസ് ing ആയിരുന്നു. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞപ്പോൾ സബ്ജക്റ്റ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. ഇനി നമ്മൾ പറയാത്ത ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. ഓക്കെ, അപ്പൊ ഇങ്ങനെ പല വാചകങ്ങളിലും ഇങ്ങനെയുള്ള ഈ 12 ടെൻസുകളിലൂടെയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് ഇംഗ്ലീഷ് സെന്റൻസ് എഴുതണമെന്ന് പറയും. അപ്പൊ ഞാനിവിടെ ഒരു വാചകം എഴുതുക. ആ വാചകം ഇതാണ്. ഒരു എക്സാമ്പിൾ പറയാം. അതായത് ബുഷാര കേട്ടാ മതി. അതായത് ബുഷാരനെ ബുഷാർ വീട്ടിൽ കോളിംഗ് ബെൽ അടിക്കുന്നത് കേൾക്കുന്നു. നിങ്ങൾ അവിടെ പോയി നോക്കുന്നു, പുറത്ത് പോയി നോക്കിക്കഴിഞ്ഞപ്പോ ഭർത്താവിന്റെ ഒരു കൂട്ടുകാരനാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും ഭർത്താവിനെ അന്വേഷിച്ച് വന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ അയാളോട് അവിടെ നിൽക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അകത്തോട്ട് പോയിട്ട് നിങ്ങൾ ഭർത്താവിനോട് പറയണം, നിങ്ങളെ വിളിക്കുന്നു. ആ വാക്ക് ശ്രദ്ധിക്കണം, നിങ്ങളെ വിളിക്കുന്നു. എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ടൈപ്പ് ചെയ്താലും മതി. നിങ്ങളെ വിളിക്കുന്നു. നിങ്ങൾ വിളിക്കുന്നു എന്നല്ല, നിങ്ങളെ വിളിക്കുന്നു എന്നാണ്. നിങ്ങൾ വിളിക്കുന്നു എന്നല്ല, നിങ്ങളെ വിളിക്കുന്നു. യെസ്, നമ്മൾ അകത്ത് വന്നിട്ട് ഭർത്താവിനോട് യു കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിളിക്കുന്നതായി. അപ്പൊ ഭർത്താവ് വിളിക്കണമെന്നായി. ഭർത്താവ് ആരെയും വിളിക്കുന്നില്ല, ഭർത്താവിനെയാണ് വിളിക്കുന്നത്. കോളിങ് യു. കറക്റ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ പറയാവുന്ന സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യു ആർ കോൾഡ്. യു ആർ കോൾഡ്, ഇതാണ് നമുക്ക് പറയാം. യു ആർ കോൾഡ്, CALLED. കോളിംഗ് യു എന്ന് പറയാറുണ്ട്, പക്ഷെ കറക്റ്റ് യു ആർ കോൾഡ്, നിങ്ങളെ വിളിക്കും. അതാണ് കറക്റ്റ്, യു ആർ കോൾഡ്. അപ്പൊ ഇവിടെ നോക്കി, നമ്മൾ പറഞ്ഞിട്ടുള്ള 12 ടെൻസുകളിൽ പെട്ട ഏതെങ്കിലും ഒരു സ്ട്രക്ചറിലാണ് ഇത് വന്നിരിക്കുന്നത്. നമ്മൾ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് പറഞ്ഞത് പ്രസന്റ് കണ്ടിന്യൂസിലാണ്. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞത് സബ്ജക്റ്റ് കഴിഞ്ഞ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് കഴിഞ്ഞ് പിന്നെ വെർബ് അതിന്റെ കൂടെ ing എന്ന് പറയും. പക്ഷെ ഇവിടെ നമ്മൾ പറഞ്ഞപ്പോ യു ആർ കോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അതിനകത്ത് ing ഇല്ല. നമ്മൾ നേരത്തെ പഠിച്ചു വെച്ച പ്രസന്റ് കണ്ടിന്യൂസിൽ ing ഉണ്ടായിരുന്നു. ആറ് വരുമ്പോ ing വരും നമ്മൾ പറഞ്ഞതാണ്.
പക്ഷെ ഇവിടെ എന്ത് വന്നിട്ടില്ല, ing വന്നിട്ടില്ല. അപ്പൊ നമുക്ക് തോന്നും ഇത് വേറെ ടെൻസ് ആണോ എന്ന് തോന്നും. ഇത് വേറെ ടെൻസ് ആണ്. നമ്മൾ പറഞ്ഞ 12 ടെൻസ് കൂടാതെ ഉള്ള ടെൻസ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കി ഇത് നമ്മൾ പഠിച്ച 12 ടെൻസിൽപ്പെട്ട ഒരു ടെൻസ് തന്നെയാണ്. അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ടെൻസിൽപ്പെട്ട വാചകത്തെ ഒരു പാസീവ് വോയിസ് ആയിട്ട് എഴുതിയിരിക്കുകയാണ്. പാസീവ് വോയിസ്. പാസീവ് വോയിസ് എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ വിഷയം പഠിച്ചതാണ് കർമ്മണി പ്രയോഗം, കർത്തരി പ്രയോഗം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ആ സംഗതി തന്നെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് എന്ന് പറയും. ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. അപ്പൊ ഇത് ഒരു പാസീവ് വോയിസ് എന്ന് പറയുന്ന രീതിയിൽ എഴുതിയത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പൊ ഇനിയുള്ള നമ്മുടെ 1-2 ക്ലാസ്സുകളിൽ നമ്മൾ നോക്കുന്നത് ഈ പാസീവ് വോയിസിനെ കുറിച്ചാണ്. പാസീവ് വോയിസിനെ കുറിച്ച്. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. ഞാനൊരു വാചകം എഴുതാം. They kill a snake. They kill a snake. They എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് ആണ്. കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വെർബാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം അറിയേണ്ടത് ഈ തന്നിരിക്കുന്ന വാചകത്തിന്റെ ടെൻസ് അറിയണം. എന്തറിയണം? ടെൻസ് അറിയണം. ടെൻസ് അറിഞ്ഞെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞ ആ 12 ടെൻസുകളിൽ ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞ ടെൻസിലാണ് ഈ വാചകം ചെയ്യുന്നത്. അത് ഏതായിരുന്നു ടെൻസ്? സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസ് ആയിരുന്നു അല്ലെ ഉഷാര? സിമ്പിൾ പ്രസന്റ് ആയിരുന്നു. സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ഓർക്കാൻ സ്ട്രക്ചർ ഉണ്ട്. ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതി, അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കും. ഇവിടെ നോക്കി, സബ്ജക്റ്റ് കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ഉള്ള വെർബാണ്. കിൽ നമുക്ക് പറയാം ഇത് എന്താണിത്? സിമ്പിൾ പ്രസന്റ് ആണ്. ഓക്കെ, യെസ്. തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് എഴുതുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നോക്കുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന വാചകത്തിൽ നിന്ന് ഓബ്ജക്റ്റ് കണ്ടുപിടിക്കുന്നത്. അത് നമുക്ക് അവിടെ പറയാം എന്താണെന്ന്. ഓബ്ജക്റ്റ് കണ്ടു. അപ്പൊ ഓബ്ജക്റ്റ് പ്ലസ്, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർക്കണം. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതണം. ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം അല്ലെങ്കിൽ വീക്കിൽ എഴുതണം. അപ്പൊ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി പറയാം. തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ തന്നിരിക്കുന്ന വാചകത്തിൽ നിന്ന് ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം ആദ്യം. അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ചേർക്കണം. അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതുമ്പോൾ വെർബിന്റെ മൂന്നാമത്തെ ഫോം എഴുതണം. യെസ്, ഇതൊന്നും ഓർത്തുന്ന നമുക്ക് വിഷയത്തോട് വരാം. ഈ ഒബ്ജക്റ്റ് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. എന്താണ് ഒബ്ജക്റ്റ്? ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന വാചകത്തിനോട് നിങ്ങൾക്ക് 2 ചോദ്യങ്ങൾ ചോദിക്കാം. 2 questions. ആ 2 ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? whom and what. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരെ, വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ത്. ഈ 2 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഈ 2 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം ലഭിക്കുന്നില്ല എങ്കിൽ അതിനകത്ത് ഒബ്ജക്റ്റ് ഇല്ല. ആ ചോദ്യം മറക്കരുത്. whom or what, ആരെ അല്ലെങ്കിൽ എന്ത്. ഈ 2 ചോദ്യങ്ങൾ ഉത്തരമാണ് ഒബ്ജക്റ്റ്. എപ്പോഴെന്നോ എങ്ങനെയെന്നോ എത്ര പ്രാവശ്യം എന്നോ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ ആൻസർ ഉണ്ടാവും. അതൊന്നും ഒബ്ജക്റ്റിൽ വരില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ചോദ്യത്തിനോട് കൊല്ലുക എന്ന് നമ്മൾ കണ്ടായി. എന്തിനെ കൊല്ലുക? എന്ത് കൊല്ലുക? നമുക്ക് ആൻസർ കിട്ടി എ സ്നേക്ക് എന്ന് പറഞ്ഞു. അപ്പൊ എ സ്നേക്ക് എന്നുള്ളതാണ് ഈ സെന്റൻസിലെ ഒബ്ജക്റ്റ്. അപ്പൊ എ സ്നേക്ക് നമ്മൾ ആദ്യം എഴുതുക, എ സ്നേക്ക്. പിന്നെ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. അപ്പൊ എ സ്നേക്ക് അല്ലേ, ഒരു സ്നേക്ക് അല്ലേ ഉള്ളൂ. അപ്പൊ ഈസ് എഴുതാം, എ സ്നേക്ക് ഈസ്. ഇനി വേണ്ടത് എന്താണ്? വെർബിന്റെ മൂന്നാമത്തെ ഫോം. കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രസന്റ് ടെൻസ് ആണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? കിൽഡ്. ILLED. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? കിൽഡ്. നമുക്ക് വേണ്ടത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്, മൂന്നാമത്തെ ഫോമാണ്. അപ്പൊ നമുക്ക് ആൻസർ എന്ത് എഴുതാം? എ സ്നേക്ക് ഈസ് കിൽഡ്. എ സ്നേക്ക് ഈസ് കിൽഡ്. ഇത്ര എഴുതി കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആയിട്ടുണ്ടാകും.
എ സ്നേക്ക് ഈസ് കിൽ. അപ്പൊ നമുക്ക് അതുപോലെ തന്നെ ഒരു വാചകമാണ് ഞാൻ നേരത്തെ പറഞ്ഞ യു ആർ കോൾഡ്. ഭർത്താവിനെ വിളിക്കാൻ പറഞ്ഞില്ല, യു ആർ കോൾഡ്. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? സിമ്പിൾ പ്രസന്റ് ആയ ഒരു വാചകത്തിന്റെ പാസീവ് വോയിസ് എന്ന് പറയുന്ന രീതിയിൽ എഴുതിയത് കൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പൊ യു ആർ കോൾഡ് എന്ന് പറയുന്നത് മനസ്സിലാക്കുന്നത് സിമ്പിൾ പ്രസന്റ് ആണ് വാചകം. അതിനെ എന്തിന് പുറത്തു വന്നിരിക്കുന്ന ആള്, അപ്പൊ അയാളെ നമ്മൾ പറയുന്നത് മിസ്റ്റർ എക്സ്, അയാൾ വിളിക്കുന്നു. മിസ്റ്റർ എക്സ് കോൾസ്. ആരെ വിളിക്കുന്നു? നിങ്ങളെ വിളിക്കുന്നു. അല്ല, മിസ്റ്റർ എക്സ് കോൾസ് യു എന്ന് നമ്മൾ പറയേണ്ടത്. അതിന് പകരം മിസ്റ്റർ എക്സ് നമ്മൾ ഇവിടെ കളഞ്ഞു. നിങ്ങളെ വിളിക്കുന്നു, യു ആർ കോൾഡ്. ആരെ? യു. യുവിന്റെ കൂടെ ഈസിലെങ്കിൽ ആമില്ലെങ്കിൽ അതിൽ എന്ത് വരും? ആറ് വരും. യു ആർ കോൾഡ് വരാൻ കാരണം. യെസ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യും. പാസീവ് വോയിസ് എഴുതാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യണം? ടെൻസ് നോക്കണം. ഏത് ടെൻസിലാണ് സംഭവം വന്നിരിക്കുന്നത്? കാരണം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ വേറെ നിയമമാണ്, സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ വേറെ നിയമമാണ്, പ്രസന്റ് കണ്ടിന്യൂസിനും പാസ്റ്റ് കണ്ടിന്യൂസിനും ഒക്കെ വേറെ വേറെ നിയമങ്ങളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കത് ശരിയാകണമെങ്കിൽ എന്ത് ചെയ്യണം? ടെൻസ് ആദ്യം നോക്കി ഏത് ടെൻസിലാണ് വാചകം തന്നിട്ടുള്ളത് എന്ന് ഉറപ്പാക്കും. അങ്ങനെ ഉറപ്പാക്കി കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കൂ. അപ്പൊ തന്നിരിക്കുന്ന വാചകത്തിന്റെ ടെൻസ് നോക്കണം. ആ തന്നിരിക്കുന്ന വാചകത്തിന്റെ ടെൻസ് നോക്കുമ്പോൾ അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ളതാണെങ്കിൽ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. ഓബ്ജക്റ്റ് കണ്ടുപിടിക്കുന്ന രീതി ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് ചേർക്കണം. പിന്നെ വെർബ് എഴുതണം. ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം. ഓക്കെ. ഇനി ഇതിന് ബാലൻസ് ഉള്ളത് ദേ എന്നുള്ളതാണ്. ദേ. ആ ദേ എന്നുള്ളത് ആണെങ്കിൽ അത് ദം എന്ന് മാറ്റണം. ദേ ആണെങ്കിൽ എന്ത് എങ്ങോട്ട് മാറ്റണം? ദം. ഹി ആണെങ്കിൽ എന്ത് മാറ്റണം? ഹിം എന്ന് മാറ്റണം. ഷീ ആയിരുന്നുവെങ്കിൽ ഇത് ഇങ്ങോട്ട് മാറ്റണം? ഹർ എന്ന് മാറ്റണം. വി ആയിരുന്നുവെങ്കിൽ അസ് എന്ന് മാറ്റണം. ഓക്കെ. ഒന്നുകൂടി പറയാം. ദേ ആണെങ്കിൽ ദം എന്ന് മാറ്റണം. വി ആണെങ്കിൽ അസ് എന്ന് മാറ്റണം. ഷീ ആണെങ്കിൽ ഹർ എന്ന് മാറ്റണം. ഹി ആണെങ്കിൽ ഹിം എന്ന് മാറ്റണം. ഒന്നുകൂടിയുണ്ട്. ഐ എന്നാണെങ്കിൽ മീ എന്ന് മാറ്റണം. ഐ ആണെങ്കിൽ മീ എന്ന് മാറ്റണം. ഇങ്ങനെ മാറ്റിയില്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ ദേ എന്നുള്ളതല്ലേ? ദേ എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോ എന്താക്കണം? ദം എന്നാക്കണം. THEM. ദം. തൊട്ട് മുന്നില് ഒരു ബൈ കൂടി ചേർക്കണം. ബൈ. ഓക്കെ. അപ്പൊ ഷാര കറക്റ്റ് ആൻസർ. A snake is killed by them. Correct. A snake is killed by them. Yes. Yes. ഓക്കെ. അപ്പൊ അതിനടുത്ത് പറയാം, ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. He reads novels. NOVELS. He reads novels.
ഷീ റീഡ്സ് നോവൽ. ഒബ്ജക്റ്റ് കണ്ടുപിടിക്കുക. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ അറിയിക്കുക. വെർബിന്റെ മൂന്നാമത്തെ ഫോം എഴുതുക. ഓക്കെ ഓക്കെ ഉഷാർ, അതായിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. നോ പ്രോബ്ലം നോ പ്രോബ്ലം. ഓക്കെ 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 ഓക്കെ.
സഹോദര, ആ കൊച്ചിന് വയ്യ.